പെട്ടെന്നായിരിക്കും മൊബൈലിൽ ഒരു മെസ്സേജ് വരുന്നത്, നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് ഇത്ര രൂപ കുറച്ചിരിക്കുന്നുവെന്ന്. കാരണം തിരക്കി പോകുമ്പോൾ മിനിമം ബാലൻസ് ഇല്ലാത്തത് കൊണ്ടാണെന്ന് അറിയും. സാധാരണ ഒരു ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് പോകുന്ന 50-100 രൂപ അത്ര വലിയ കാര്യമായി തോന്നില്ല. എന്നാൽ ഇത്തരത്തിൽ രാജ്യമൊട്ടാകെയുള്ള സാധാരണക്കാരിൽ നിന്ന് ബാങ്കുകൾ പിഴിഞ്ഞെടുത്തത് എത്ര കോടികളാണെന്ന് അറിയാമോ? കഴിഞ്ഞ 4 വർഷത്തിനിടെ മാത്രം പൊതുമേഖലാ ബാങ്കുകളും മുൻനിര സ്വകാര്യ ബാങ്കുകളും ചേർന്ന മിനിമം ബാലൻസ് പിഴയായി ജനങ്ങളിൽ നിന്ന് ഈടാക്കിയത് 26,170 കോടി രൂപയാണ്. ഞെട്ടിയില്ലേ? വിവരങ്ങൾ വിശദമായി അറിയാം. സ്വാഗതം ഇൻഡെപ്തിലേക്ക്. കേന്ദ്ര സർക്കാർ പാർലമെന്റിൽ പുറത്തുവിട്ട ഔദ്യോഗിക കണക്കുകളിലാണ് ഈ ഞെട്ടിക്കുന്ന വിവരമുള്ളത്. ഒരു ഉപഭോക്താവ് തന്റെ സേവിങ്സ് അക്കൗണ്ടിൽ എപ്പോഴും നിലനിർത്തേണ്ട ഏറ്റവും കുറഞ്ഞ തുകയാണ് ആവറേജ് മന്ത്ലി ബാലൻസ് അല്ലെങ്കിൽ മിനിമം ബാലൻസ്. ഇത് മെട്രോ നഗരങ്ങൾ, ഗ്രാമങ്ങൾ എന്നിവയ്ക്കനുസരിച്ച് വ്യത്യാസപ്പെട്ടിരിക്കും. സാധാരണ നഗരങ്ങളിൽ 3000 രൂപ മുതൽ 10,000 രൂപ വരെ മിനിമം ബാലൻസ് ആവശ്യപ്പെടുമ്പോൾ ഗ്രാമങ്ങളിൽ ഇത് 500 മുതൽ 1000 രൂപ വരെയാണ്. അക്കൗണ്ടുകൾ മാനേജ് ചെയ്യുന്നതിനും ഡിജിറ്റൽ സേവനങ്ങൾ നൽകുന്നതിനും ATM ശൃംഖലകൾ പരിപാലിക്കുന്നതിനും ബാങ്കുകൾക്ക് വലിയ തുക ചെലവഴിക്കേണ്ടി വരുന്നുണ്ടെന്നാണ് ബാങ്കിംഗ് അധികൃതരുടെ വാദം. ഈ ചെലവുകൾ നികത്താനും അക്കൗണ്ടുകൾ സജീവമായി നിലനിർത്താൻ ഉപഭോക്താക്കളെ പ്രേരിപ്പിക്കാനുമാണ് മിനിമം ബാലൻസ് തെറ്റിക്കുന്നവരിൽ നിന്ന് പിഴ ഈടാക്കുന്നത് എന്നാണ് ഇവരുടെ ഔദ്യോഗിക വിശദീകരണം. കേന്ദ്ര ധനമന്ത്രാലയം പാർലമെന്റിൽ സമർപ്പിച്ച കണക്കുകൾ പ്രകാരം കോടിക്കണക്കിന് രൂപയാണ് ഈ ഇനത്തിൽ മാത്രം ബാങ്കുകളുടെ ഖജനാവിലേക്ക് ഒഴുകിയെത്തിയത്. ഈ വൻതുകയിൽ സിംഹഭാഗവും പോക്കറ്റിലാക്കിയത് രാജ്യത്തെ ഏറ്റവും വലിയ പൊതുമേഖലാ ബാങ്കായ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയും പ്രമുഖ സ്വകാര്യ ബാങ്കുകളായ HDFC, ICICI, ആക്സിസ് ബാങ്ക്, ബാങ്ക് ഓഫ് ബറോഡ എന്നിവരാണ്. പൊതുമേഖലാ ബാങ്കുകളുടെ 2021-22 മുതൽ 2025-26 വരെയുള്ള വർഷങ്ങളിലെ കണക്കുകളും സ്വകാര്യ ബാങ്കുകളിലെ 22-23 മുതൽ 25-26 വരെയുള്ള വർഷങ്ങളിലെ കണക്കുകളും അടിസ്ഥാനമാക്കിയാണ് സർക്കാർ ഇക്കാര്യം വ്യക്തമാക്കിയത്. കോവിഡ് പ്രതിസന്ധിയും സാമ്പത്തിക മാന്ദ്യവും ജനങ്ങളെ ഉലച്ച കാലയളവിലാണ് ബാങ്കുകൾ ഈ വൻ തുക ജനങ്ങളിൽ നിന്ന് ഈടാക്കിയത് എന്നതും ശ്രദ്ധേയമാണ്. വലിയ ജനവിമർശനം ഉയർന്നതിനെ തുടർന്ന് SBI സേവിങ്സ് അക്കൗണ്ടുകളുടെ മിനിമം ബാലൻസ് പിഴകൾക്ക് ഭാഗികമായി ഇളവുകൾ നൽകിയിരുന്നു. സ്വകാര്യ ബാങ്കുകളിൽ HDFC ബാങ്കാണ് മിനിമം ബാലൻസ് തുക ഈടാക്കുന്നതിൽ വളരെ മുന്നിൽ. സ്വകാര്യ ബാങ്കുകളുടെ ഉയർന്ന മിനിമം ബാലൻസ് പരിധിയും കടുത്ത പിഴയുമാണ് ഇത്രയും വലിയ തുക അവരുടെ അക്കൗണ്ടുകളിലേക്ക് എത്താൻ കാരണമെന്ന് മന്ത്രാലയം പങ്കിട്ട ഡേറ്റ സൂചിപ്പിക്കുന്നു. ഇത് പ്രകാരം മിനിമം ബാലൻസ് നിലനിർത്താത്തതിന് HDFC ബാങ്ക് ഏകദേശം 5,670 കോടി രൂപ പിഴയും, ആക്സിസ് ബാങ്ക് 3,787 കോടി രൂപ പിഴയും, ബാങ്ക് ഓഫ് ബറോഡ ഏകദേശം 2,028 കോടി രൂപ പിഴയും ഉപഭോക്താക്കളിൽ നിന്ന് ഈടാക്കിയിട്ടുണ്ട്. 2026 ജൂലൈ 28-ന് രാജ്യസഭയിൽ ധനകാര്യ സഹമന്ത്രി പങ്കജ് ചൗധരിയാണ് ഈ വിവരങ്ങൾ പുറത്തുവിട്ടത്. ബാങ്കുകളുടെ ഈ നിയമം ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് ദിവസക്കൂലിക്കാരെയും സാധാരണക്കാരായ തൊഴിലാളികളെയും പെൻഷൻകാരെയുമാണ്. പലപ്പോഴും അടിയന്തര ആവശ്യങ്ങൾക്കായി അക്കൗണ്ടിലെ അവസാന രൂപയും പിൻവലിക്കേണ്ടി വരുന്നവരാണ് ഇവർ. മിനിമം ബാലൻസ് ഈടാക്കുന്നതുമായി ബന്ധപ്പെട്ട് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ വ്യക്തമായ മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചിട്ടുണ്ട്. അക്കൗണ്ടിൽ മിനിമം ബാലൻസ് ഇല്ലാത്തതിന്റെ പേരിൽ ഉപഭോക്താവിന്റെ ബാലൻസ് നെഗറ്റീവ് ആകാൻ പാടില്ല എന്ന് RBI നിർദ്ദേശിക്കുന്നുണ്ട്. അതായത് അക്കൗണ്ടിൽ 0 രൂപയാണെങ്കിൽ പിഴയിട്ട് അത് മൈനസ് തുകയാക്കി മാറ്റാൻ ബാങ്കുകൾക്ക് അവകാശമില്ല. കൂടാതെ പാവപ്പെട്ടവർക്കായി പ്രധാനമന്ത്രി ജൻധൻ യോജന, ബേസിക് സേവിങ്സ് അക്കൗണ്ട്, ഡിപ്പോസിറ്റ് അക്കൗണ്ട് എന്നിവ ബാങ്കുകൾ നൽകുന്നുണ്ട്. ഇങ്ങനെയുള്ള സീറോ ബാലൻസ് അക്കൗണ്ടുകൾക്ക് മിനിമം ബാലൻസ് നിയമം ബാധകമല്ല എന്ന് സർക്കാർ ആവർത്തിച്ച് വ്യക്തമാക്കുന്നുണ്ടെങ്കിലും പല സാധാരണക്കാർക്കും ഇതിനെക്കുറിച്ച് കൃത്യമായ അവബോധമില്ല എന്നതാണ് യാഥാർത്ഥ്യം.